Hello friends, finally it's happening. Today is our international trip to Malaysia. ഇൻ്റർനാഷണൽ ട്രിപ്പ് എന്ന് പറയുമ്പോൾ എൻ്റെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. പിന്നെ ഈ ചാനും ലുക്കൊക്കെ മുന്നേ UK പോയി ട്രാവൽ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇന്നത്തെ ഈ ഒരു ട്രാവലിൽ ഞങ്ങളുടെ കൂടെ കുറച്ച് കസിൻസൊക്കെ ഉണ്ട്. കുറച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു 10-12 പേര് കൂടിയിട്ടാണ് കേട്ടോ മലേഷ്യക്ക് പോകുന്നത്. ആക്ച്വലി അവരാണ് പ്ലാൻ ചെയ്തത്, ഞങ്ങൾ പിന്നെ അവരുടെ കൂടെ കൂടിയതാണ്. പിന്നെ ഈ ഒരു യാത്രയിൽ ഞങ്ങൾ 2 ടീമായിട്ടാണ് കേട്ടോ വരുന്നത്. കുറച്ച് പേര് നാട്ടിൽ നിന്നാണ്, കുറച്ച് പേര് ബാംഗ്ലൂരിൽ നിന്നാണ്. പിന്നെ വെക്കേഷൻ ആയ കാരണം ലൂക്കും ഇച്ചാനും ഓൾറെഡി നാട്ടിലാണ്. അപ്പോൾ കസിൻസിൻ്റെ കൂടെ അവർ 2 പേരും അവിടെ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. പിന്നെ ഞാനും ഇച്ചാൻ്റെ ബ്രദറും അതുപോലെ ജോക്കൂട്ടനും കൂടിയിട്ട് ഇവിടെ ബാംഗ്ലൂരിൽ നിന്നാണ് കേട്ടോ വരുന്നത്. ഞങ്ങൾ 2 കൂട്ടരുടെയും ഫ്ലൈറ്റ് ഏകദേശം ഒരേ സമയത്ത് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ എയർപോർട്ടിൽ വെച്ച് ജോർഡൻ്റെ ഡാൻസും കളിയും ചിരിയും ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഒക്കെയാണ്. കാരണം ജോക്കുട്ടനും ലൂക്കും കൂടിയിട്ട് ഒരുമിച്ചുള്ള ആദ്യത്തെ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പാണിത്. പിന്നെ എൻ്റെ കാര്യം പിന്നെ പറയണ്ട, ഞാൻ കുറേ നാളുകളായിട്ട് യാത്രയ്ക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിലും പല തടസ്സങ്ങൾ വന്ന് എൻ്റെ എല്ലാ പ്ലാൻ മാത്രമേ ഉണ്ടാവുള്ളൂ, എല്ലാ പ്ലാൻസും ക്യാൻസലായി പോകുമായിരുന്നു. ഇനീഷ്യലി വി ഹാവൻ പ്ലാൻ ടു ജോയിൻ ദിസ് ട്രിപ്പ്, ബട്ട് ലേറ്റർ ഇച്ചായന് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ യെസ് പറഞ്ഞു 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ വാറ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോഴും ഞാൻ വിചാരിച്ചു കഴിഞ്ഞു, എൻ്റെ ഈ ട്രിപ്പ് നടക്കാൻ പോകുന്നില്ലെന്ന്. കാരണം വേറെ ഒന്നുമല്ല, ഇതുവരെയുള്ള എൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെയായിരുന്നു കേട്ടോ. അവർ ഫ്ലൈറ്റ് വാസ് അറ്റ് 10:45 PM. ഞങ്ങൾക്ക് കുറച്ചധികം സമയം ഉണ്ടായിരുന്ന കാരണം ഞങ്ങൾ പിന്നെ അവിടെയൊക്കെ കറങ്ങി നോക്കുമ്പോൾ ജോക്കുൻ്റെ ഫേവറേറ്റ് ആന നിൽക്കുന്നു. ഹീസ് ആൻ എലിഫൻറ്റ് ലവർ. അവന് ഈ ആനനെ കണ്ടപ്പോൾ ഒറിജിനൽ ആനയാണോ എന്ന് വരെ അവൻ ചിന്തിച്ചു പോയി. അവൻ എടുത്തു പോകാൻ പേടിച്ച് അവിടെ തന്നെ നിന്നു. ഞങ്ങൾ കുറേ പറഞ്ഞെങ്കിലും അവന് ടച്ച് ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു. കുറേ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ പതിയെ ഒന്ന് തൊട്ടിട്ട് പോയിട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ലോഞ്ചിലേക്ക് പോകാനായിട്ട് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളവിടെ സ്റ്റാർട്ടേഴ്സ് തൊട്ട് ഡെസേർട്ട് വരെയുള്ള ഒരുവിധം എല്ലാ സംഭവങ്ങളും കഴിച്ചു. എനിക്ക് നല്ല വിശപ്പായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഒരാഴ്ചയായിട്ട് ഭയങ്കര വർക്കും അതുപോലെ എൻ്റെ ഉറക്കവും ഫുഡും ഒന്നും പ്രോപ്പറല്ലായിരുന്നു. ഞാൻ ഭയങ്കര ടയേർഡായിട്ടാണ് എൻ്റെ എല്ലാ പാക്കിങ്ങും കംപ്ലീറ്റ് ചെയ്തത്. അത് കാരണം ഞാൻ നല്ല പോലെ ഫുഡ് കഴിച്ച് എനിക്ക് എങ്ങനെയെങ്കിലും ഫ്ലൈറ്റിൽ കയറി ഉറങ്ങിയാൽ മതി എന്നുള്ളൊരു തോട്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം നാട്ടിലെ എയർപോർട്ട് ലോഞ്ചിൽ ലൂക്കും വിചാരം നല്ല ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബോർഡിംഗ് ഗേറ്റിൻ്റെ അങ്ങോട്ടേക്ക് മൂവ് ചെയ്തു കേട്ടോ. ഞങ്ങൾ 2 കൂട്ടറിൻ്റെയും ഫ്ലൈറ്റ് തമ്മിൽ 5 മിനിറ്റ് വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവർ കുറച്ച് നേരത്തെ എത്തുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ഫ്ലൈറ്റ് എങ്ങനെയൊക്കെയോ ഡിലേ ആയിട്ടോ. പിന്നെ ബോർഡിംഗ് പോയിന്റിലിരുന്ന് വെയിറ്റ് ചെയ്ത് ജോക്കൂട്ടനും എടുത്തു. ഫ്ലൈറ്റ് ഡിലേ ആണെന്ന് പറഞ്ഞിട്ടും അവന് മനസ്സിലാവുണ്ടായിരുന്നില്ല, അവനത് വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ നേരിട്ട് പോയി അവിടെയുള്ള ക്രൂവിൻ്റെ അടുത്ത് കാര്യമൊക്കെ ചോദിച്ചറിഞ്ഞപ്പോഴാണ് ചെക്കനൊരു മനസ്സമാധാനം കിട്ടി. എന്നിട്ട് അവസാനം ഈ ഒരു ഫ്ലൈറ്റിൽ കയറി ബോർഡ് ചെയ്യുന്നൊരു ടൈം വരെ ഞാൻ എന്തെങ്കിലും ഒരു തടസ്സം വരുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഫ്ലൈറ്റിൽ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. ഞാൻ ഈ ഒരു യാത്ര പോകുന്ന കാര്യം എൻ്റെ ഒരൊറ്റ ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ലീവ് കിട്ടേണ്ടതായ കാരണം 1-2 പ്രൊജക്ട് മീറ്റ്സ് അത്രമാത്രം, അതിൽ കൂടുതൽ ഞാൻ ആരോടും പറഞ്ഞില്ല. ഞാനിവിടെ എത്തി സ്റ്റാറ്റസ് ഇട്ടപ്പോഴാണ് കേട്ടോ എല്ലാവരും ഇതൊക്കെ കാണുന്നത്. പിന്നെ ആക്ടിവിറ്റി ബുക്ക് തരാത്ത വിഷമം തീർക്കാനായിട്ട് ജോക്കുട്ടൻ അവിടെയുള്ള സേഫ്റ്റി മെഷേഴ്സിൻ്റെ കാർഡൊക്കെ എടുത്ത് അത് നോക്കി പഠിക്കലായിരുന്നു അവൻ്റെ കുറച്ച് നേരത്തെ ടാസ്ക്. കാര്യമായിട്ട് പഠിക്കുമായിരുന്നു കേട്ടോ ചേക്കൻ. അത് കഴിഞ്ഞ് എനിക്കുള്ള ടാസ്ക്കായിരുന്നു. ഞാൻ ജോക്കൂട്ടനെ ഉറക്കാനായിട്ട് കുറേ ശ്രമിച്ചു. ആരുറങ്ങുന്നു, ഞാൻ ഉറങ്ങിയെന്ന് മാത്രം വേണം പറയാനായിട്ട്. ജോക്കൂട്ടൻ ഉറങ്ങിയില്ല. പിന്നെ അപ്പയുടെ കൂടെ ജോക്കൂട്ടൻ പോയി ഉറങ്ങി. ഞാനും പിന്നെ ഒരു 4 മണിക്കൂർ സുഖമായി കിടന്നുറങ്ങി. 4 മണിക്കൂർ കഴിഞ്ഞ് കണ്ണുറന്നപ്പോണ്ടല്ലോ മലേഷ്യ. ഇമിഗ്രേഷൻ പോയിന്റിൽ നല്ല ക്യൂ ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് 1 മണിക്കൂർ മുൻപേ എത്തിയ ഇച്ചാനും ലൂക്കും ഇപ്പോഴും അവിടെ സ്റ്റക്കായിരുന്നു. പിന്നെ ഞങ്ങൾ ഇമിഗ്രേഷൻ 2 കൂട്ടരും കഴിഞ്ഞത് ഏകദേശം ഒരു 5 മിനിറ്റ് വ്യത്യാസത്തിൽ മാത്രമാണ്. പിന്നെ ഞങ്ങളെ കണ്ടപ്പോൾ എക്സൈറ്റ്മെൻറ്റ് ആണ് കേട്ടോ ലൂക്കിൻ്റേത്. എന്നെ കണ്ടപ്പോൾ വലിയ എക്സൈറ്റ്മെൻറ്റൊന്നും അധികം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിലും ജോക്കൂട്ടനെ കാണാനായിട്ട് അവൻ ഭയങ്കര ത്രില്ലായിരുന്നു. കെട്ടിപ്പിടിക്കലും സന്തോഷം പറച്ചിലും നല്ല രസമായിരുന്നു കേട്ടോ അത് കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ പല ക്യാബുകളിലായിട്ടായിരുന്നു ഹോട്ടലിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഓൾറെഡി ഇമിഗ്രേഷൻ കഴിഞ്ഞ് ഞങ്ങളുടെ ബാക്കി കസിൻസിനോട് ഞങ്ങൾ പൊക്കോളനായിട്ട് പറഞ്ഞു, അവർക്കും റെസ്റ്റ് എടുക്കണമെന്നുണ്ടാവുമല്ലോ. ഞങ്ങൾ ആസ്റ്റോറിയ എംപെങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു Airbnb ആയിരുന്നു കേട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഒരു 1 hour ട്രാവലാണ് നമുക്ക് അവിടേക്ക് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ക്യാബ് വന്നോന്ന് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കലായിരുന്നു. അതിൻ്റെ ഇടയിൽ ബിയും പോയി പിള്ളേർക്ക് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിക്കൊണ്ടു. ചോക്ലേറ്റ് കയ്യിൽ കിട്ടിയപ്പോഴാണ് ലൂക്ക് ഒരു കാര്യം നോട്ട് ചെയ്തത്. KitKat Milo ഫ്ലേവർ. Can you show me the Milo KitKat? Of course. Yeah, it's nice. Milo. സോ ഞങ്ങളങ്ങനെ മലേഷ്യ എത്തി. അപ്പോൾ നമ്മൾ എവിടേക്ക് പോകണം ലൂക്ക്? Malaysia. We are going to our flat.
we are going to a hotel. Okay. So We are this going- is the starting of our Malaysian chapters. Don't forget to like, comment, and hit the subscribe button so you won't miss any of the sights and foods from Kuala Lumpur. See you on next video. Bye bye.